പനി 5 ദിവസത്തിൽ കൂടുതലുണ്ട്, ഒരു കുട്ടിക്ക് 5 വയസ്സിൽ താഴെയാണ്, ഈ പറഞ്ഞ ക്രാഷിൻ്റെ അകത്ത് 5 എണ്ണത്തിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ അത് കവാസാക്കി ഡിസീസാണ്. ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ കട്ടപ്പനയിൽ ഒരു പനി വന്ന രീതിയിൽ ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പലർക്കും പേടിയാണ്, ഇതൊരു പുതിയ രോഗമാണോ, അപകടമാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ പല മാതാപിതാക്കളും വറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആദ്യമേ മനസ്സിലാക്കാം. നമ്മൾ പുതിയതെന്ന് കരുതുന്ന പല രോഗങ്ങളും യഥാർത്ഥത്തിൽ പുതിയതല്ല. എന്നാൽ അവയർനെസ് കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഒരു സമയത്ത് ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു പുതിയ രോഗമായിട്ട് തോന്നുന്നത്. ഇതൊരു പുതിയ രോഗമല്ല. എന്താണ് ഈ അസുഖമെന്നും എങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് പറയാം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേരാണ് കവാസാക്കി ഡിസീസ്. കവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പനിയല്ല, ഒരു വാസ്കുലൈറ്റിസ് ആണ്. അതായത് ശരീരത്തിലെ ചെറുതും മധ്യവലുപ്പവുമായിട്ടുള്ള രക്തക്കുഴലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കൂടുതലായി കുട്ടികളിലാണ് കാണുന്നത്, പ്രത്യേകിച്ചും 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളിലാണ് ഇത് കാണുന്നത്. ഓക്കെ, ഒരു പനിയോടൊപ്പമാണ് ഇത് വരുന്നത്. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇൻഫെക്ഷൻ പോലെ തോന്നും, പക്ഷേ ഇതൊരു സാധാരണ ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ രോഗം മാത്രമല്ല. ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശക്തിയെ തന്നെ ഓവർ റിയാക്ട് ചെയ്ത് നമ്മുടെ വെസൽസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ധമനികളിൽ. അപ്പോൾ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവാസാക്കി ഡിസീസ് ഉള്ള ഏറ്റവും പ്രധാന സിംറ്റം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി. സാധാരണ പനി മരുന്നുകൾ കൊടുത്താലും ഇത് കുറയാതെ തുടരും. അപ്പോൾ 5 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം കുട്ടികളിൽ കാണുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. അതായത് കണ്ണ് ചുവക്കും, കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണ് ചുമന്നിരിക്കും, ചുണ്ടുകൾ ചുവക്കുകയും ചെയ്യും, അതുപോലെ പൊട്ടുകയും ചെയ്യും. നാവിനാണെങ്കിൽ സ്ട്രോബെറി ടങ്ക് പോലുള്ള രൂപം വരും. കൈയും കാൽപാദവും ചുമന്ന കളറിലോട്ട് മാറും. ശരീരത്തിൽ പലയിടത്തും റാഷസ് ഉണ്ടാവും, കഴുത്തിൽ കഴല ഉണ്ടാവും. ഇവയെല്ലാം ഒരുമിച്ച് കാണുമ്പോഴാണ് നമ്മൾ കവാസാക്കി ഡിസീസിനെ ഡോക്ടേഴ്സ് സസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ട് പല രാജ്യങ്ങളിലും ഉള്ള ഒരു അസുഖമാണ്. ഞാൻ ഇത്തരത്തിലുള്ള കവാസാക്കി ഡിസീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇത് ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗത്തിൻ്റെ ഏറ്റവും ഒരു അപകടകരമായിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഹാർട്ടിനെ ചിലപ്പോൾ ബാധിക്കാം, ഹൃദയത്തിനെ ബാധിക്കും. അങ്ങനെ കൊറോണറി വെസൽസ് ഉണ്ട്, നമ്മുടെ ഹാർട്ടിലെ ധമനികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയത് പ്രശ്നമാണ്. അപ്പോൾ ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കൊറോണ ആർട്ടറി അന്യൂറിസം എന്നൊക്കെ പറഞ്ഞ ചില കോംപ്ലിക്കേഷൻ ഉണ്ട്, ഹാർട്ടിൻ്റെ ചില പ്രോബ്ലംസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവാസാക്കി ഡിസീസ് ഒരു സാധാരണ പനിയല്ല. നമുക്കത് ആദ്യമേ ട്രീറ്റ് ചെയ്താൽ അത് കറക്റ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള എക്സാക്ട് കാരണം ഇന്നും ക്ലിയർ അല്ല എന്നുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം അത് ട്രിഗർ ചെയ്യാം. പിന്നെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമുക്കെതിരെ തീയുന്ന സമയത്തും ഇങ്ങനെ വരാം. അപ്പോൾ ഇത് കണ്ടേജിയസ് അല്ല, ഇത് സ്പ്രെഡ് ചെയ്യില്ല, ഒരാളിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് പകരില്ല. ഇത് ഒരാളുടെ ഒരു പ്രതിരോധ ശക്തിക്ക് അനുസരിച്ചാണ് അത് അവർക്ക് മാത്രം വരുന്നൊരു അസുഖമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസിസ് സിംറ്റംസ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിനൊരു സ്കോർ ഉണ്ട്, ആ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ഇൻഫ്ലമേറ്ററി മാർക്കർ, എക്കോ ഒക്കെ നമ്മൾ സാധാരണ അതിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IV ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കും, ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബിൻ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കൊടുത്താൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് വരും. ആസ്പിരിൻ ഗുളികകൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഹൃദയം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ കണ്ടെത്തണം. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് വ്യക്തമായി ഞാൻ പറയാം. ഇത് തിരിച്ചറിയാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിമോണിക് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്രാഷ് എന്നാണ് നിമോണിക്, CRASH. ഇപ്പോൾ ഓരോന്നും നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. C എന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റിവൈറ്റിസ്, 2 കണ്ണും ചുമക്കുന്ന അവസ്ഥയാണ്. ഇതിനകത്ത് കുറച്ച് പ്രത്യേകതയുണ്ട്. 2 കണ്ണും ചുമക്കും, അതുപോലെ കണ്ണിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. സാധാരണ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസിന് ചൊറിച്ചിലുണ്ടാവും. അതുപോലെ ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസിന് നമുക്ക് ചലമൊക്കെ ഉണ്ടാവും, കണ്ണ് ഒട്ടും. അങ്ങനെയൊന്നുമില്ല, ഇവിടെ കണ്ണ് ചുവപ്പ് മാത്രമേ കാണുള്ളൂ. അപ്പം അത് ഒരു ക്ലാസിക്കൽ ഫീച്ചറാണ്. ഇപ്പോൾ കുട്ടിയുടെ കണ്ണ് ചൊറിയുന്നില്ല, ചുവപ്പ് മാത്രമാണെങ്കിൽ നമുക്ക് പനിയോടൊപ്പം ആണെങ്കിൽ ഇത് ചിന്തിക്കാം, 2 കണ്ണിലും ചുവപ്പുണ്ടാവുന്നു, ഡിസ്ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ കവാസാക്കി ചിന്തിക്കാം, പക്ഷെ കൺഫേം അല്ല. പിന്നെ ഉള്ളത് റാഷാണ്, ശരീരത്തിൽ പുള്ളികൾ ഉണ്ടാവുന്നു പലയിടത്തും. ഇപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു റാഷ് കാണാനായിട്ട്, പക്ഷേ അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ അല്ലായിരിക്കും, പല സൈസിലായിരിക്കും കാണുന്നത്. ചുവന്ന പുള്ളികൾ കാണും, ചിലപ്പോൾ മീസിൽസ് പോലെ കാണാൻ പറ്റും, ചിലപ്പോൾ അലർജി പോലെ കാണാൻ പറ്റും, പല രീതിയിലുള്ള റാഷസ് കാണാൻ പറ്റും. ഇത് സാധാരണയായിട്ട് കാണുന്നത് നെഞ്ചിലും അതുപോലെ വയറിലുമാണ്. ഓക്കെ, കൈകാലുകളിലും കാണാൻ പറ്റും ചിലപ്പോൾ, പിന്നെ ഡയപ്പർ ഏരിയയിലും കാണാൻ പറ്റും. ഇതാണ് ഒരു പ്രധാന ക്ലൂ. പിന്നെ അതുപോലെ വെസിക്കിൾ കാണില്ല, വെള്ളം നിറഞ്ഞ ചിക്കൻ പോക്സ് പോലുള്ള രീതിയിലുള്ള കുമിളകളായിരിക്കില്ല. അതാണ് ഇത് ഈ രോഗത്തിനെ മറ്റു രോഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അതൊരു പോളിമോർഫസ് റാഷ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏന്ന് പറയുമ്പോൾ അഡിനോപ്പതി,
കഴുത്തിലെ ഗ്രന്ഥി വീക്കം ഉണ്ടാവും. കുട്ടിയുടെ കഴുത്തിൽ ഒരു വലിയ ലിംഫ് നോഡ് ഉണ്ടാവും. സാധാരണയായിട്ട് ഒരു സൈഡിൽ മാത്രമേ കാണുള്ളൂ, രണ്ട് സൈഡിൽ ഉണ്ടാവില്ല. വലിപ്പം കാണും, 1.5 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ വലിപ്പം. സ്പർശിക്കുമ്പോൾ വേദന ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും ചിന്തിക്കാം. ഇത് ഇൻഫെക്ഷൻ എന്ന് തെറ്റിദ്ധരിക്കാം, പക്ഷെ അത് ഇൻഫെക്ഷൻ അല്ല, അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനോടൊപ്പം ബാക്കി സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം ഇത് കവാസാക്കി ഡിസീസ് ആകാമെന്ന് ചിന്തിക്കണം, പ്രത്യേകിച്ച് 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ടങ്ങാണ്. നാവിന് ഉള്ള കളർ, കുട്ടിയുടെ ഒരു നാവിൽ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കളർ കാണാൻ പറ്റും. അപ്പം നാവ് ചുമന്ന രീതിയിൽ പൊങ്ങി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മുകളിൽ ഒരു ചെറിയ പൊട്ടുകളും കാണും, സ്ട്രോബെറി പോലെ തന്നെ. അതുകൊണ്ടാണ് എന്നെ സ്ട്രോബെറി ടങ് എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം ചുണ്ടുകൾ വറ്റി പൊട്ടിയതുപോലെ ഇരിക്കുകയും വായയുടെ ഉള്ളിൽ ചോപ്പുണ്ടാകുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കണം. ഇത് മറ്റു പനിയുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സാധനം ഉണ്ടെങ്കിൽ അത് കവാസാക്കി ഡിസീസ് തന്നെയാണ്. അവസാനത്തെ ലെറ്റർ എന്താണ്? എച്ച്. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ചേഞ്ചസ്, കൈകാലുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത് 2 ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ആദ്യത്തെ ഘട്ടത്തിൽ കൈയും കാലും ചുമന്നിരിക്കും. ഓക്കെ, വീക്കോൺ, സ്വെല്ലിംഗ് ഉണ്ടാവും, ചെറിയ വീക്കമൊക്കെ ഉണ്ടാവും. കുട്ടിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ ചർമ്മം പൊട്ടിപ്പൊളിയും, പീലിംഗ് ഉണ്ടാവും, പ്രത്യേകിച്ചും വിരലുകളുടെ ചുറ്റിലും. ഈ പീലിംഗ് ആണ് കവാസാക്കിയുടെ സ്ട്രോങ് ഗ്ലൂ. പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഈ പറഞ്ഞ ക്രാഷിൽ 5 എണ്ണത്തിൽ 4 എണ്ണം ഉണ്ട്. അതിനോടൊപ്പം പനി 5 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ കവാസാക്കി ഡിസീസ് കൺഫേം ആയി. ഇങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കലി നമ്മൾ ഡോക്ടേഴ്സ് കൺഫേം ചെയ്യുന്നത്. അതായത് പനി 5 ദിവസത്തിൽ കൂടുതലുണ്ട്, ഒരു കുട്ടിക്ക് 5 വയസ്സിൽ താഴെയാണ്, ഈ പറഞ്ഞ ക്രാഷിൻ്റെ അകത്ത് 5 എണ്ണത്തിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ അത് കവാസാക്കി ഡിസീസാണ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറിനെ കാണിക്കുകയും ആസ്പിരിൻ കൊടുക്കുകയും IV ഇമ്മ്യൂണോഗ്ലോബിൻ പോലുള്ള മരുന്നുകൾ കൊടുത്താൽ ഹാർട്ടിലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കട്ടപ്പനയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒരു കേസ്, അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ആ കുട്ടിക്ക് ആ അസുഖം വന്നു, അത് ഉടനെ ട്രീറ്റ് ചെയ്താൽ അത് റെഡിയാക്കാനായിട്ട് പറ്റും. ഇതൊരു ഔട്ട് ബ്രേക്ക് അല്ല, ഇത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്ന ഒരു അസുഖമല്ല എന്ന് മനസ്സിലാക്കുക. പകരം കൂടുതൽ അലേർട്ട് ആകുക, ഡോക്ടേഴ്സ് അലേർട്ട് ആകുക. ഡയഗ്നോസ് ചെയ്യുന്നത് 5 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയും ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പം മാതാപിതാക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ഏതൊരു പനിയും ഡോക്ടറിനെ കാണിക്കാതിരിക്കരുത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ റാഷസ് ഉണ്ടാവുന്നുണ്ട്, ചുമന്ന കണ്ണുണ്ടാവുന്നുണ്ട്, അതുപോലെ ലിപ്സ് ചുമന്നാവുന്നുണ്ട്, നാക്ക് ചുമന്നാവുന്നുണ്ട്, കൈ ചുമന്നാവുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇത് സംശയിക്കാം. ഓക്കെ, ഇപ്പം എയർലി ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമുള്ളൊരു അസുഖമല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പനി പലതരത്തിലുള്ള പനിയുണ്ട്. ഈ ഒരു പനി എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിച്ച് അത് നമ്മുടെ പ്രതിരോധശക്തിയെ ബാധിച്ച് അത് പല അവയവത്തിനെയും ബാധിക്കുന്നുണ്ട്. ഹൃദയത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ടെത്തുകയും കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ ഈ അസുഖത്തിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.